ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫുഡീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നേക്കുന്നത് ചിക്കൻ ലോലിപോപ്പും ആയിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതുണ്ടാക്കാനുള്ള ചിക്കൻ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ ലോലിപോപ്പ് പീസ് ഞാൻ പ്രത്യേകം മേടിച്ചതാണ്. 10 പീസ് ഉണ്ട്. അപ്പോൾ ഇതിനു വേണ്ടിയുള്ള ഇത് വറുത്തെടുക്കാനുള്ള മസാലയാണ് ഞാൻ തയ്യാറാക്കാൻ പോണേ. അപ്പോൾ അതിനായിട്ട് ഒരു മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കുക. നല്ല പേസ്റ്റ് അല്ല, ഇത് ഏകദേശം ഒരു 2 ടീസ്പൂണോളം ഉണ്ടാവും. അത് മുട്ടയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ അതിലേക്ക് ഏകദേശം ഒരു 3 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഞാൻ വലിയ സ്പൂണിൽ എടുത്തുകൊണ്ടാണ് കുറച്ചധികം 2 സ്പൂൺ ഇട്ടത്. 3 ടീസ്പൂണോളം ഉണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ മൈദ അതും ഇട്ട് കൊടുക്കാം. ഇനി കോൺഫ്ലോർ ഇല്ലാന്നുണ്ടെങ്കിൽ മൈദ മാത്രം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ. ഇനി അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. അതേപോലെ 1 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇതൊക്കെ ഒഴിച്ച് കഴിഞ്ഞ് നമ്മുടെ ഈ മസാല കുറച്ച് ലൂസ് ആവുകയാണെങ്കിൽ കുറച്ചും കൂടെ മൈദയോ അല്ലെങ്കിൽ കോൺഫ്ലോറോ ഇട്ടിട്ട് തിക്കാക്കി എടുക്കാം. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഞാൻ സോയ സോസും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ലോലിപോപ്പ് പീസ് എല്ലാം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിലേക്ക് പുരട്ടി എടുത്തു വെക്കണം. ഇത് ഏകദേശം 1 മണിക്കൂറോളം വെക്കണം. മസാലയൊക്കെ നന്നായിട്ട് ആ ചിക്കനിലേക്ക് ഇറങ്ങണം. നമുക്ക് അടച്ചു വെക്കാം. 1 മണിക്കൂർ വെക്കണം. ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. സ്റ്റവ് ഓണാക്കി ഒരു ചട്ടി വെക്കുക. അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാൻ വറുത്തെടുക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഓരോ ചിക്കനും ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഓരോന്നായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാകുന്നതിനനുസരിച്ച് തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. ഇതായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓയിലിൽ നിന്ന് കോരിയെടുക്കാം. അതേപോലെ എല്ലാം നമുക്ക് വറുത്തെടുക്കണം. ഞാൻ എല്ലാ ചിക്കനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട ഗ്രേവി നമുക്ക് തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് സ്റ്റവ് ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് ഈ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെയാണ് ഞാൻ എടുക്കുന്നത്. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലില്ല, അത് തന്നെയാണ് ഞാൻ എടുക്കുന്നത്. അത് ഏകദേശം 1.5 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു 2 ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട്.
പിന്നെ അതേപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൊത്തി കൊത്തി അരിഞ്ഞത് അത് ഇട്ട് കൊടുത്തു. ഇത് ചതച്ചിട്ടില്ല, ചെറുതായി കട്ട് ചെയ്താണ്. അപ്പോൾ ഇതുണ്ടാക്കുമ്പോൾ ഇതേപോലെ തന്നെ ഇടാൻ നോക്കണം. അപ്പോൾ വെളുത്തുള്ളിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൽ ഞാൻ സവാള ഇട്ടിട്ടുണ്ട്, ആ വീഡിയോ എടുക്കാൻ മറന്നുപോയതാണ്. സവാള ഒന്ന് വഴന്ന് കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് അങ്ങോട്ട് വഴന്ന് വരണ്ട, ഒരു ജസ്റ്റ് കടിക്കാൻ കിട്ടുന്ന ആ പാകമാകുമ്പോൾ അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. മുളക് പൊടിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചെടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് സോയാ സോസ് ഒഴിച്ചു കൊടുക്കണം. അത് 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കുക. 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ കോൺഫ്ലോർ ഞാൻ ചെറിയ വെള്ളത്തിൽ കലക്കിയതാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ഗ്രേവി ഒന്ന് തിക്കാകാൻ വേണ്ടിയാണ്. അതില്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോഴത്തേക്കും ഈ ഗ്രേവി ഒന്ന് തിക്കായിട്ട് വരും. എന്നിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഈ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇതിലേക്ക് പുരട്ടിയെടുക്കണം. അപ്പോൾ ഗ്രേവിയൊക്കെ ചിക്കനിലേക്ക് നന്നായിട്ട് പുരണ്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിനകത്തേക്ക് സ്പ്രിംഗ് ഓനിയൻ ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. എൻ്റെ കയ്യിൽ അതില്ലായിരുന്നു, അപ്പോൾ ഞാൻ മല്ലിയില കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ലോലിപോപ്പ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.